നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കൊല്ലം ജില്ലയിലെയാണ്. തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തി പ്രദേശമായിട്ടുള്ള കടമ്പാട്ടുകോണത്ത് നിന്നാണ് നമ്മൾ വീഡിയോ ആരംഭിക്കുന്നത്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കരാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം കൂടിയാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ്റെ കരാറ് കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയാണ്. അപ്പം ഇവിടുത്തെ പണികളൊക്കെ ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ആറുവരിപ്പാതയുടെയൊക്കെ പണി ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി ഒരു ലെയർ ടാറിങ് കൂടി ബാക്കിയുണ്ട്. പിന്നെ ലൈനൊക്കെ വരയ്ക്കണം. അതേപോലുള്ള പണികളൊക്കെ ഉള്ളു. കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ പണികളൊക്കെ പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ വരുമ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ ഒരു എക്സിറ്റ് പോയിന്റ് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സിറ്റ് പോയിന്റ് കൂടിയാണ് നമ്മൾ മുക്കടയിൽ നിന്ന് ഇടത്തോട്ട് വർക്കലയിലോട്ടൊക്കെ പോകേണ്ടവർക്കൊക്കെ ഈ എക്സിറ്റ് പോയിന്റ് എടുത്തിട്ട് പോവാം. ഇതിൽ കൂടി അകത്തോട്ട് കയറാൻ ശ്രമിക്കരുത്. കയറി കഴിഞ്ഞാൽ അന്നേരം തന്നെ വണ്ടി ഇടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിനി നേരെ വരുന്നത് മുക്കടയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ്. നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ അണ്ടർപാസ് ഇതാണ്. നമ്മൾ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വരുമ്പം ആദ്യത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. നമ്മളൊരു 2 മാസം മുമ്പേ ഉള്ള വീഡിയോയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പണികളൊക്കെ വിലയിരുത്തുന്നത്. ഇതിപ്പം നമ്മളിപ്പോൾ കാണുന്നത് ഫെബ്രുവരി 20, 2024 ദൃശ്യങ്ങളാണ്. ഏകദേശം ഒരു 2 മാസം മുമ്പ്. അന്ന് ഈ ഒരു ഭാഗത്തെ പണികളൊക്കെ ഇങ്ങനെയായിരുന്നു നടന്നിരുന്നത്. റിട്ടേണിംഗ് വാളൊക്കെ വെച്ച് തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ 2 മാസം കഴിഞ്ഞ ഞായറാഴ്ച ഉള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് 2 സൈഡിലും റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ തുടങ്ങിയിട്ടുണ്ട്. 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ സർവീസ് റോഡിൽ കൂടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഫ്രിക്ഷൻ സ്ലാബൊക്കെ എടുത്തു വെക്കുന്ന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. 2 സൈഡിലുമായിട്ട് മണ്ണൊക്കെ ഇട്ട് ഇടിച്ചുറപ്പിച്ച് അവർ ലെവലാക്കി എത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പുറത്തെ സൈഡിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇടത് ഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് മാത്രമായിട്ടാണ് ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി. പിന്നെ അവിടെ 2 സൈഡിലും സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി കുറച്ചും കൂടെ പൂർത്തിയാവാനുണ്ട്. അത് എനിക്ക് തോന്നിക്കുന്നത് അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ്. ഇപ്പം നമുക്ക് കാണാം ഗർഡറുകൾ ആ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതെടുത്ത് നമ്മുടെ പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പിയർ ക്യാപ്പിൻ്റെ മുകളിലോട്ട് എടുത്ത് വെക്കാതെ ഇനി ഇവിടുത്തെ പണികളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം ഇവിടുത്തെ 2 സൈഡിലെ സർവീസ് റോഡ് കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ. ഗർഡറുകളുടെയൊക്കെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമ്മൾ നേരെ വരുന്നത് പാരിപ്പള്ളി ഭാഗത്തേക്കാണ് വരുന്നത്. മുക്കടൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പാരിപ്പള്ളി ജംഗ്ഷൻ ഭാഗത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ റിട്ടേണിംഗ് വാൾ ഇവിടെ വലതുഭാഗത്ത് കുറച്ച് നീളത്തിലായിട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണികൾ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ കാണിച്ചു തരാം. അപ്പം ആ ഒരു സമയത്ത് ഇവിടെ പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഇപ്പം അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം നിലവിലെ റോഡിൽ കൂടി തന്നെയായിരുന്നു അന്ന് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. പിന്നെ പാരിപ്പള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്നിടത്ത് 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരുന്നത്. അന്ന് ഇത്രയും പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് 2 മാസം മുമ്പേ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം കാണാം, പൈലിങ് കഴിഞ്ഞ ഭാഗത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് ഇപ്പം എത്തി നിൽക്കുകയാണ്. അപ്പം 4 തന്നെ പൈലിങ് കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഗർഡറുകളൊക്കെ എടുത്തു വെക്കുന്ന പണികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കും. കുറച്ചും കൂടെ പണി ഒരു 2 എൻഡിലുമായിട്ടുള്ള പിയറിൻ്റെ 2 ആ ഒരു തെക്കേ എൻഡിലുള്ള പിയറിൻ്റെ മുകളിലായിട്ട് നടക്കാനുണ്ട്. പിന്നെ വലതുഭാഗത്തും ഇതേപോലെ പൈലിങ്ങുകളൊക്കെ നടക്കാനുണ്ട്. ഇപ്പം ഇവിടെ 2 ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. നമുക്ക് 2 മാസം മുമ്പേ നിലവിലെ റോഡിൽ കൂടിയായിരുന്നു കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അപ്പം പഴയ റോഡൊക്കെ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ആ ഒരു ഭാഗത്തൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് ഇരിക്കുന്ന പണികളാണ്. ഫ്രിക്ഷൻ സ്ലാബും എടുത്ത് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ഏകദേശം പണിയുടെയൊക്കെ ഒരു ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ്. നമ്മൾ പാരിപ്പള്ളി കഴിഞ്ഞ് ഇനി നേരെ പോകുന്നത് കല്ലുവാതക്കൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പം പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ ഇറങ്ങി വന്നു കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് ഇവിടെ ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം അവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരുമ്പം ഇവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ആ ഒരു എക്സിറ്റ് പോയിൻറ്റിൽ കൂടിയാണ് ഇപ്പോൾ വാഹനങ്ങൾ എക്സിറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി തിരിഞ്ഞ് ഇപ്പം കല്ലുവാതക്കിൽ നിന്ന് പാരിപ്പള്ളിയിൽ നിന്ന് ഇത് തിരിഞ്ഞ്
തിരിച്ച് കല്ലുവാതകലിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതുവഴി എക്സിറ്റ് പോയിന്റിൽ കൂടി ഇറങ്ങി അണ്ടർപാസിൽ കൂടി ഫ്ലൈ ഓവറിൻ്റെ ഇടയിൽ കൂടി തിരിഞ്ഞിട്ട് പിന്നെ നേരെ കൊല്ലം ഭാഗത്തേക്ക് പോവാം. അപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇത്രയും ഭാഗത്ത് വരെ അവർ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള സാധ്യതയുള്ളത്. ഇപ്പം WMM മിക്സാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് നിർത്തി. അതിൻ്റെ പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം വലതു ഭാഗത്തായിട്ട് മാത്രമായിട്ടാണ് ഇത്രയും പണികൾ പൂർത്തീകരിക്കുന്നത്. നമ്മൾ ഓച്ചറയിൽ കണ്ടതുപോലെ റോഡിൻ്റെ നടുക്കൂട്ട് കയറി 2 സൈഡിലും ഡ്രൈനേജ് കയറിയിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് വരത്തില്ല, ടോൾ പ്ലാസ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ കുറച്ച് ഉള്ളിലോട്ട് കയറി ഡ്രൈനേജിൻ്റെ പണി നിൽക്കുന്നത് കാണാം. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തോട്ട് ഈ 2 ഓടയും അകന്ന് പോകുന്നതും വ്യക്തമായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഏരിയയിലാണ് കൊല്ലം ജില്ലയിലെ രണ്ടാമത്തെ ടോൾ പ്ലാസ വരുന്നത്. ഇനി നമ്മൾ നേരെ കല്ലുവാതക്കൽ ഭാഗത്തായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കൃത്യമായിട്ട് എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂളിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്തോരം മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെ ഇരുന്നൊരു സ്ഥലമാണ്. അപ്പം മണ്ണ് ഇടിച്ച് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഏരിയയിൽ നിന്ന്. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് കല്ലുവാതക്കൽ പഞ്ചായത്ത് ഹൈസ്കൂൾ. അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം 2 സൈഡിലും നല്ല ഹൈറ്റിൽ കുന്നുള്ളതായിരുന്നു. അതെല്ലാം ഇടിച്ച് നിരത്തി സർവീസ് റോഡിൻ്റെ പണിയൊക്കെ ഏകദേശം ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇവിടെയും അറുവരിപ്പാത കടന്നു പോകുന്ന ഭാഗത്ത് ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഡ്രൈനേജ് ഉണ്ടെങ്കിലും ഇപ്പം കുറച്ച് താഴ്ന്ന ഭാഗം വരുമ്പം അവിടെയും ഡ്രൈനേജിൻ്റെ പണി നടത്തിക്കൊണ്ടാണ് അറുവരിപ്പാതയുടെ പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നേരെ കല്ലുവാതക്കൽ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. കല്ലുവാതക്കലിലെ 2 മാസം മുമ്പെയുള്ള കാഴ്ചകൾ ഇങ്ങനെയായിരുന്നു. അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് നേരെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ തന്നെയായിരുന്നു നടന്നിരുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെയായിരുന്നു. അന്ന് 2 സൈഡിൽ കൂടിയായിരുന്നു വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം ഇടതു ഭാഗത്തും അന്ന് മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇപ്പോഴത്തെ കാഴ്ചകൾ കാണാം. മണ്ണിപ്പോഴും ഇടത്തെ സൈഡിലായിട്ട് തന്നെ ഫില്ല് ചെയ്ത് വരുന്ന പണികൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കല്ലുവാതക്കലിൽ. അതാണ് പുതിയ അപ്ഡേറ്റ്. ഇത്രയും ഭാഗത്തായിട്ട് തന്നെ അവർ ടാറിങ് വർക്കുകളിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നിക്കുന്ന ഒരു പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അതെ, പ്രൈം കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ അവിടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സൈഡ് കല്ലുവാതക്കൽ ഭാഗത്തെ അണ്ടർപാസിൻ്റെ മുകളിലെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികൾ ഇത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് ഷിമാട്ടിയിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് പ്രധാനമായിട്ടും. പിന്നെ കല്ലുവാതക്കൽ കഴിഞ്ഞേച്ച് നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഇത്രത്തോളം ഒരുപാട് പണികൾ ഈ ഒരു വളവിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ വളവ് വരുന്ന ഭാഗത്ത് വലത്തേ സൈഡിൽ നല്ല കുന്നുപോലുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അത്രയും മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെ പാറയുണ്ടായിരുന്നു. അപ്പോൾ പാറയൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ടുള്ള പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ കാണാം. എനിക്ക് തോന്നിക്കുന്ന ഈ രാത്രി സമയത്തായിരിക്കും ഈ ഒരു ഭാഗത്ത് നിന്ന് പാറ പൊട്ടിക്കുന്നതെന്നാണ് തോന്നുന്നത്. അപ്പം പകലൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞാൽ പൊട്ടിക്കുമല്ല, എനിക്ക് തോന്നിക്കുന്ന വൈബ്രേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും മെഷീനൊക്കെ ഉപയോഗിച്ചിട്ട് പൊട്ടിച്ചെടുക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ വലിയ ആഘാതം വരത്തില്ല. അപ്പോൾ അല്ലാതെ പാറമടയിൽ പൊട്ടിക്കുന്ന പോലെയൊക്കെ പൊട്ടിക്കുവാണെങ്കിൽ ഇവിടെ വണ്ടിയുടെയൊക്കെ മുകളിൽ വന്ന് വീഴാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ പൊട്ടിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ കാണുമ്പോൾ പൊട്ടിക്കിടക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ രാത്രികാലങ്ങളിലൊക്കെ ആയിരിക്കും പൊട്ടിക്കുന്നത്. അപ്പം ചാത്തന്നൂരിലോട്ട് അടുക്കുമ്പം ഇവിടെ ഷിമാട്ടി ജംഗ്ഷനിലോട്ട് അടുക്കുമ്പോൾ കല്ലുവാതക്കൽ കഴിഞ്ഞിട്ട് ഇത് ഇത്രയും പണി നമ്മൾ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഇത്രയും ഭാഗത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും വലതുഭാഗത്തുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി നടക്കാനുണ്ട്. വലിയ ഗ്യാപ്പ് വരുന്ന ക്രാഷ് ബാരിയർ വെക്കാത്ത ഭാഗത്ത് വലിയ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ എനിക്ക് തോന്നിക്കുന്നത് അവിടെ മെർജിങ് പോയിൻ്റ് ആവാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫൈനൽ ലെയർ ടാറിങ് ഒക്കെ എല്ലായിടത്തും ഉണ്ട്. അതെല്ലാം കൂടെ അവസാന ഘട്ടത്തിലായിട്ടായിരിക്കും വരുന്നത് ഫൈനൽ ലെയർ ടാറിങ്. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മളിനി നേരെ വരുന്നത് ഷിമാട്ടി ജംഗ്ഷനിലോട്ടാണ്. ഇനി കുറച്ചും കൂടെ പോകണം. അപ്പം ഇവിടുത്തെ പണികൾ ഇത്രത്തോളം പുരോഗമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി നേരെ വരുന്നത് ഷിമാട്ടി ജംഗ്ഷനിലാണ്. അവിടെയാണ് പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം തീരാറായിട്ടുണ്ട്.
അപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണാം ഇവിടെ തന്നെ ഒരു എക്സിറ്റ് പോയിൻറ്റും വലതുഭാഗത്ത് തന്നെ ഒരു എൻട്രി പോയിൻറ്റും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മളും ഈ ഒരു ഭാഗത്തെയും 2 മാസം മുമ്പേ ഉള്ള വീഡിയോ കാഴ്ചകൾ കാണിച്ചുകൊണ്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതാണ് 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകൾ. അന്നത്തെ സമയത്ത് 2 സൈഡിലുമൊക്കെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഫ്രിക്ഷൻ സ്ലാബും അതേപോലെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന പണികളന്ന് നടക്കുന്നുണ്ടായിരുന്നു. 2 മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ്. ഇന്നിപ്പം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ടാറിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ 2 അണ്ടർപാസുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം തീരാറായ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്. ഒന്ന് ഉമയനല്ലൂരിലെയും ഒന്ന് ഇവിടെ ശീമാട്ടി ജംഗ്ഷനിലെയും. നമുക്കിപ്പം ശീമാട്ടി ജംഗ്ഷനിലെ ടാറിംഗ് വർക്കുകൾ നമ്മളിപ്പം കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റും. ടാറിംഗ് വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ്. അപ്പം ആ സമയത്ത് ഇപ്പം ഇത്രയും ഘട്ടത്തിലോട്ട് ടാറിങ് എത്തി നിൽക്കുകയാണ്. ഇപ്പം 2 ദിവസം കഴിഞ്ഞ്. അപ്പം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ടാറിങ്ങുകൾ പുരോഗമിച്ചിട്ടുണ്ട്. അങ്ങനെ ശീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയാറായ ഘട്ടത്തിലായിട്ട് എത്തി നിൽക്കുകയാണ്. ഇത്രയും ടാറിങ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇടയ്ക്കുള്ള ക്രാഷ് ബാരിയറിൻ്റെയൊക്കെ നിർമ്മാണം ഇനി തീരാനുണ്ട്. അതിനി കുറച്ചുകൂടെ കഴിഞ്ഞേച്ച് ചിലപ്പം പണി പുരോഗമിക്കത്തുള്ളൂ. അപ്പം പിന്നെ നമ്മൾ ശീമാട്ടിയിലെ അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് കുറച്ച് പണി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ പുരോഗമിച്ചിട്ടില്ല. ഇത്ര ഏരിയയിൽ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. ശീമാട്ടി ജംഗ്ഷനിലെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാത്തന്നൂർ ഭാഗത്തേക്കാണ് വരുന്നത്. അതിനിടയ്ക്കൊരു അണ്ടർപാസ് ഉണ്ട്. അപ്പം അതിൻ്റെ ബാക്കി പകുതി നിർമ്മാണ പ്രവർത്തനങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു അണ്ടർപാസിൻ്റെ അടുത്തുനിന്ന് ഇടത്തോട്ടുള്ള റോഡിൽ കൂടിയാണ് ചാത്തന്നൂർ KSRTC സ്റ്റാൻഡിലോട്ട് പോകുന്നത്. അപ്പം ഇത്രയും നമ്മളിവിടുന്ന് പിന്നെ ശീമാട്ടി കഴിഞ്ഞേച്ച് പിന്നെ ഈ അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള ഭാഗത്ത് ഇത്രയും പണികൾ കഴിഞ്ഞതാണ്. അത് നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. 6 വരിപ്പാതയുടെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫൈനൽ ലെയർ ടാറിങ് ഉണ്ട്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റൊക്കെ വരണം. പിന്നെ ലൈനൊക്കെ വരയ്ക്കണം. അതേപോലുള്ള പണികളാണ്. ശിവാലയ കൺസ്ട്രക്ഷൻ ഒരറ്റത്ത് വന്ന് കടമ്പാട്ട് പോകണം മുതൽ വടക്കോട്ട് നല്ല രീതിയിൽ തന്നെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യസമയത്ത് തന്നെ തീർക്കുന്ന രീതിയിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ പണികൾ നടക്കുന്നുണ്ട്. നമ്മളിപ്പം നേരെ ചാത്തന്നൂർ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. പകുതിയോളം കോൺക്രീറ്റ് ആദ്യമേ വർക്കുകൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം കഴിഞ്ഞതാണ്. ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ പുരോഗമിച്ചിട്ടുണ്ട്. 2 മാസം മുമ്പേ ഉള്ള ഭാഗത്ത് അവിടെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണം ഈ ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വലതുഭാഗത്തുള്ള റീറ്റെയിനിങ് വാൾ ഉയർത്തിയത് അത് കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനിയിപ്പം ഇടതുഭാഗത്തായിട്ടുള്ള റീറ്റെയിനിങ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് നിരത്തിക്കൊണ്ടിരിക്കുന്ന പണികളും നടക്കുന്നുണ്ട്. വളരെ നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഈ ഒരു ഏരിയയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നേരെ ഇനി വരുന്നത് ചാത്തന്നൂർ ഭാഗത്തേക്കാണ് വരുന്നത്. ചാത്തന്നൂർ മുതൽ മേവറം വരെയുള്ള വീഡിയോ നമ്മൾ 2 വീഡിയോയ്ക്ക് മുമ്പേ നമ്മുടെ ചാനലിനകത്തുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ഇത്രയും പണികൾ പുരോഗമിച്ചിരിക്കുകയാണ്. നമ്മൾ ചാത്തന്നൂർ മുതൽ അന്ന് ആ വീഡിയോ എടുത്തപ്പം 7 ഗർഡറുകൾ വെക്കാനുണ്ടായിരുന്നു. ബാക്കി 9 ഗർഡറുകളായിരുന്നു അന്ന് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന 7 ഗർഡറുകൾ കൂടി ചാത്തന്നൂരിലെ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ടുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഇനി റിട്ടേണിംഗ് വാളൊക്കെ കുറച്ചും കൂടെ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങാനുണ്ട്. അപ്പം കുറച്ച് റിട്ടേണിംഗ് വാൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് നമുക്ക് കാണാം ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റാണ് കടമ്പാട്ടുകോണം മുതൽ ചാത്തന്നൂർ വരെയുള്ള അപ്ഡേറ്റ്. അങ്ങനെ പൂർണ്ണമായും ഗർഡറുകൾ ഉയർത്തി നമ്മുടെ ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള പിയർ ക്യാപ്പിന് മുകളിലായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും അപ്ഡേറ്റാണ് നമുക്ക് ചാത്തന്നൂർ വരെ ഉള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.